ഇതായിരുന്നു നമ്മുടെ തങ്ങളുടെ വിശ്രമ സ്ഥലം. ഇപ്പം നമ്മൾ ചെറിയ സ്രാമ്പിയാക്കി മാറ്റിയിട്ടുണ്ട്. തങ്ങൾ നിസ്കരിച്ചിരുന്ന സ്ഥലമായിരുന്നു. വെള്ളത്തിൻ്റെ ലെങ്കൽ നമുക്കിവിടെ കാണാം. കണ്ണാടി പോലത്തെ വെള്ളം നേരെ ഇറങ്ങി വരുന്നത് വെള്ളത്തിലേക്കാണ്. നമ്മളിവിടുന്ന് ഒന്നും ഉണ്ടാക്കിയിട്ട് നമുക്ക് നേരെ കയറി പോകാം പള്ളിക്കകത്തേക്ക് നിസ്കരിക്കാൻ. അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട്. പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മഴ സമയത്താണ് ഇതിൻ്റെ പ്രകൃതി ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് എല്ലാ തരത്തിലും. കാരണം വെള്ളം ഉണ്ട്. ഇത് ഇനിയും ഉയർത്തി കെട്ടിയാൽ വെള്ളം ഇനിയും പൊങ്ങും, ആഴത്തിൽ പൊങ്ങും. ഇവിടെ ഒഴുക്കി വിടുന്നതുകൊണ്ടാണ് വെള്ളം ഇവിടെ കൂടുതൽ തങ്ങാത്തത്. ഏകദേശം ഒരാളെ ആഴം കണ്ടിട്ട് ജനങ്ങൾക്ക്, കുഞ്ഞുങ്ങൾക്കൊക്കെ കുളിക്കാനും നീന്താനുള്ള സൗകര്യത്തിലാണ് ഇത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇവിടുത്തെ ഒരു കൂട്ടം പരിസരവാസികളായ ചെറുപ്പക്കാരുടെ കഠിനാധ്വാന ഫലമായിട്ടാണ് ഈ കുളത്തിൻ്റെ രണ്ട് സൈഡും അവർ കമ്പിയും മറ്റ് സിമൻറ്റൊക്കെ കൊടുന്ന് കെട്ടി റെഡിയാക്കി എടുത്തത്. കാരണം വലിയ പാറയായിരുന്നു, ഇടിയാൻ സാധ്യതയുണ്ടായിരുന്നു. അപ്പോൾ അവർ അതെല്ലാം കെട്ടി ഭംഗിയാക്കി നല്ല കണ്ടീഷനാക്കി വെച്ചിട്ടുണ്ട്. മഴ സമയത്ത് ഏവർക്കും ഉപകാരപ്പെടുന്ന ഒരു കുളമായിട്ടാണ് ഇപ്പോൾ ഇത് ഇവിടെ ഉള്ളത്. ഇതേ പോലെ നമ്മുടെ പൊന്മുണ്ടം പള്ളിയുടെ അടിയിലും കുളം ഉണ്ടായിരുന്നു. നല്ല പ്രകൃതി സമ്പന്നമായൊരു കുളം. പക്ഷെ അത് തൂർത്ത് കളഞ്ഞു, നശിപ്പിച്ച് കളഞ്ഞു. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ വെള്ളക്കെട്ടുകൾ, കുഴികളൊക്കെ സംരക്ഷിച്ച് പോരേണ്ടതാണ്. ഒരിക്കലും ഇത് മൂടിപ്പോകരുത്. മൂടുന്നത് വികസനത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ് മൂടുന്നത്. പക്ഷേ ജലാശയങ്ങൾ ഒരിക്കലും നമ്മൾ മൂടിപ്പോകാൻ പാടില്ല. അതിനൊരു പ്രത്യേക കാരണം പറഞ്ഞിട്ട് മൂടുന്നത് ശരിയല്ല. കാരണം ഇത്തരത്തിൽ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിന് നമുക്കൊരുപാട് അധ്വാനവും ചിലവുകളും സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ട്. ഇതൊന്നും കൂടാതെ പ്രകൃതി തരുന്ന ഒരു കുളം. അപ്പോൾ കുളമായിട്ട് തന്നെ സംരക്ഷിക്കേണ്ടതുണ്ട് ഏത് ഭാഗത്തായാലും. ഇപ്പോഴും പല നാട്ടിലും ഇതുപോലെ തന്നെ പഴയ പള്ളിയിലൊക്കെ പഴയ കാലത്തുണ്ടായിരുന്ന കുളം അതേപടി ആ മഹലിൻ്റെ ആളുകൾ നിലനിർത്തിയിട്ടുണ്ട്. പല ഭാഗത്തും ഞാനും പോയി കണ്ടു. ഈ അടുത്ത ദിവസം മണലിപ്പുഴ പോയപ്പോൾ അവിടുത്തെ ഒരു പള്ളിയിൽ കണ്ട് ഇതുപോലത്തെ അടിയിൽ കുളമുണ്ട്. അത് അവർ സംരക്ഷിച്ചു പോരുന്നുണ്ട്. അപ്പോൾ ഇതൊരു സൂപ്പർ നാച്ചുറൽ സ്വിമ്മിംഗ് പൂൾ എന്ന് പറയാം. ഇത് നമ്മുടെ ഈ പള്ളിൻ്റെ അടുത്തുള്ള ഒരു കുളമാണ്. ഇത് പ്രകൃതി നമുക്ക് കനിഞ്ഞ് നൽകിയ ഒരു കുളമാണ്. ഇത് പൊന്മുണ്ടം ചോലപ്പുറം പൈതങ്ങൾ യാറം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് തൊട്ടടുത്തുള്ള ഒരു സ്ഥലം. ഒരു പള്ളി കാണാം. ഈ പള്ളിയും അതിനോടനുബന്ധിച്ച് ഇവിടെ താഴെ കുളമാണ്. ഇത്
ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ വന്നിരുന്ന സ്ഥലമാണ് ഈ സ്ഥലം. ഇവിടെ കാണുന്ന, എൻ്റെ കൈ കാണുന്ന ഇവിടെ ഈ ഒരു തറയാണ്. അവിടെ തങ്ങൾ വന്നിരുന്ന് വിശ്രമിച്ചിരുന്ന സ്ഥലമാണ്. നിസ്കരിക്കാനും മറ്റൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലം ഇവിടെ പിൻകാലത്ത് ഇവിടെ ഇപ്പോൾ ദിക്റും സലാത്തും അതുപോലെ തന്നെ ആണ്ട് നേർച്ചയും ഒക്കെ നടത്തി വരുന്നുണ്ട്. ഇവിടുത്തെ പ്രദേശവാസികളെ ആളുകളും കുറച്ച് ചെറുപ്പക്കാരും എല്ലാവരും കൂടിയിട്ട് സംഭരിച്ച് അതുപോലെ സംഘടിച്ച് എല്ലാവരും കൂടി സഹകരിച്ച് നടത്തി വരുന്ന ഒരു സംരംഭമാണ്. നമ്മൾ കുറച്ച് വഴിക്ക് പോയില്ല, താഴെ പോകണ്ടെന്ന് വെച്ചാൽ പോയില്ല. അപ്പോൾ നല്ല വഴുക്കുന്നുണ്ട് അടിയിൽ. ഒരാൾ ഇത്രയ്ക്ക് വെള്ളമുള്ളൂ, അതിൽ കൂടുതൽ വെള്ളം, ചെറിയ കുളമാണ് അവിടെ കാണാം. ആകെ ഇത്രയേ ഉള്ളൂ. പക്ഷെ ഈ ഭൂമിന്റെ അടിയിൽ നിന്നും ഈ 4 ഭാഗത്തും കൂടി വരുന്ന വെള്ളം കൂടിയൊക്കെ ഇതിലേക്ക് ഒലിച്ചു വന്നിട്ട് ആണ് ഇതിൽ വെള്ളം കെട്ടിക്കിടന്നിട്ടാണ് ഈ വെള്ളം ഇവിടെ നിന്ന് ഒലിച്ചു പോകുന്നത്. ഇവിടെ ഒഴുകി പോകുന്നുണ്ട് ഈ വെള്ളം. ഇവിടെ വന്ന് ചാടിയിട്ട് ഒഴുകി പോവാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ചരിത്രങ്ങൾ. കൂടുതൽ ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കി, ഇവിടുത്തെ പഴമക്കാരോട് ചോദിച്ച് നമുക്ക് കൂടുതൽ ഇതിന്റെ ചരിത്രം എടുക്കാം. നമ്മളൊക്കെ പുതിയ തലമുറയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ചരിത്രങ്ങളുള്ളത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഇനി മറ്റുള്ള ആളുകളോട് ചോദിച്ചിട്ട് നമുക്ക് കൂടുതൽ ഇതിന്റെ വിശദാംശങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും. അതുപോലെ തന്നെ ഇതിന്റെ തൊട്ടപ്പുറത്ത് വലിയൊരു പാറക്കുഴിയുണ്ട്. അതിന്റെ തൊട്ടടുത്ത് കണ്ട് വേറൊരു പാറക്കുഴിയുണ്ട്. 2 പാറക്കുഴിയുണ്ട്. പക്ഷെ അതൊക്കെ ആഴമുണ്ട് കേട്ടോ. ഇതൊക്കെ ചെറിയ, നമുക്ക് കഴുത്തിന് വരെ വെള്ളമുള്ളൂ. മറ്റുള്ളതൊക്കെ നല്ലപോലെ ആഴമുണ്ട്. അപ്പൊ ആളുണ്ടെങ്കിൽ പോലെ തന്നെ വെള്ളം തണുപ്പാണ്. പാറക്കുഴിയാണ്, പാറയിൽ ഉള്ള വെള്ളം. ഈ കരയാണ് കാണുന്നത്. ഈ പടവ് നേരെ കാണുന്നത് പള്ളിക്ക് അകത്തേക്ക് പോകുന്നതാണ്. ഇതാണ് പള്ളി. ഇവിടെ മാസം തോറും സലാത്ത് നടക്കാറുണ്ട്, വർഷത്തിലാണ്ട് നടക്കാറുണ്ട് തങ്ങളുടെ പേരിലുള്ള. അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഈ കുളത്തിന്റെ ആകത്തുകയാണ് ഈ കാണുന്നത്. കുളത്തിന്റെ തെണ്ടിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട് വെച്ചിട്ട് അതുവരെയുള്ളതാണ് കുളത്തിന്റെ ഫുൾ രൂപം. നമ്മുടെ കൂടെ നമ്മുടെ സുഹൃത്തുണ്ട്. അറിയാം. സൂപ്പറായിട്ട് കുളിക്കാം. സൂപ്പറായിട്ട് കുളിക്കാൻ സുഖസുന്ദരമായിട്ട് ആരുമില്ല. നമ്മൾ തനിയേ ഉള്ളൂ. അതുപോലെ തന്നെ വെള്ളം സൂപ്പർ വെള്ളമാണ്. നല്ല വഴുക്കലുണ്ട് അടിയിൽ. തേക്ക് വഴുതി വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം. നല്ല മഴ പെയ്യുന്നുണ്ട്. നല്ല മഴ. ഇന്ന് രാവിലെ തൊട്ട് നല്ല മഴയായിരുന്നു. നമ്മൾ കുറെ ദിവസമായിട്ട് കുളിക്കണം വിചാരിച്ചു. തണുപ്പുള്ള വെള്ളം എപ്പോഴും പച്ച നിറമായിരിക്കും. നമുക്ക് ശുദ്ധമായ വെള്ളം തെളി കിട്ടണമെങ്കിൽ ഒഴുക്ക് വേണം. ഈ വെള്ളം ഒഴുകുന്നുണ്ട്. മറ്റേ വെള്ളം നല്ലപോലെ മഴ ഉണ്ടാകുമ്പോൾ ഒഴുകുന്നുള്ള മറ്റ് കെട്ടിക്കിടക്കുന്ന വെള്ളമാണ്. അപ്പൊ അത് ഏത് വെള്ളത്തിൽ ആരായാലും പോയി ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. പെട്ടെന്ന് വെള്ളത്തിലേക്ക് എടുത്ത് ചാടരുത്. കാരണം വെള്ളത്തിന്റെ അടിയും വെള്ളത്തിന്റെ ഘടനയും എന്താണെന്ന് നമുക്കറിയാൻ കഴിയില്ല. ഒന്നും അറിയാതെ എത്ര നീന്ന വശലുണ്ടെങ്കിലും വെള്ളത്തിലേക്ക് എടുത്ത് ചാടരുത്. കാരണം വഴുകി പോകും. അതുവന്ന് കയ്യും കാലും തളർന്ന് നമ്മൾ കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ വെള്ളത്തിനടിയിലേക്ക് പോകും. അപ്പോൾ സുരക്ഷ മുൻനിർത്തിയായിരിക്കും വെള്ളത്തിൽ ഇറങ്ങുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എവിടെ പോകുന്ന ശ്രദ്ധിക്കണം. ഇതിപ്പോൾ നമുക്ക് ഒരിക്കലും പേടിക്കാനില്ല. ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ വന്ന് ചാടുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, നീന്തുന്നുണ്ട്. ചെറിയ കുളമാണ്. തന്നെയല്ല, ഈ വെള്ളം ഇത്രയും സജ്ജമാവുന്നത് മഴക്കാലം വരുമ്പോൾ മാത്രമാണ്. എല്ലാ സമയത്തും ഉണ്ടാവില്ല. എല്ലാ സമയത്തും വെള്ളം പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ചുരുക്കം കാര്യം. നമ്മൾ നമ്മുടെ നാട്ടിൻ്റെ അടുത്ത് 1.5 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷെ നമ്മൾ കുറേ കാലമായിട്ട് ഇവിടെ ഒന്ന് കുളിക്കണം എന്ന് വിചാരിക്കാം. നമുക്ക് സ്വത്ത് കിട്ടിയില്ല. ഇന്ന് എന്ത് തന്നെ ആയാലും വേണ്ടിയില്ല, നമുക്ക് പോയിട്ട് കുളിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് പറഞ്ഞു പോകുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇവിടെ അടുത്തുള്ള ആളുകൾ നമ്മളെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, എല്ലാവരിലും എത്തിക്കുക. അതുപോലെ തന്നെ നമുക്ക് കട്ട സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ
പരിസരങ്ങളോ തൊട്ടടുത്തോ ഒക്കെ ഉണ്ടെങ്കിൽ കുളങ്ങളോ കുഴികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യുക. നമ്മൾ ഒന്ന് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എത്തുക. മുൻ പ്രവാസിയാണ്, എല്ലാവരും കട്ട സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. ഇത് പൊന്മുണ്ടം ചോലപ്പുറം, മലപ്പുറം ജില്ല പൊന്മുണ്ടം ചോലപ്പുറം പൈതങ്ങളെ യാറത്തിൻ്റെ തൊട്ടടുത്ത്. ഇതിൻ്റെ തൊട്ടടുത്ത് വേറൊരു പള്ളിയുണ്ട്. അവിടെ ബഹുമാനപ്പെട്ട പൂക്കോയത്തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു പൈതങ്ങളെ യാറമുണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് ഒരു സ്ഥലങ്ങൾ. ഈ റോഡിൽ നിന്ന് ഈ സ്ഥലം കാണുന്ന, റോഡിൽ നിന്ന് അല്പം തെന്നിയാൽ ഈ സ്ഥലം കാണുകയുള്ളൂ. ഇവിടെ വലിയൊരു ആൽമരം നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഈ റോഡിൽ നിന്ന് ഈ ആൽമരം കാണുമ്പോൾ ഇതിന്റെ തൊട്ടടുത്ത് വന്ന് ഇറങ്ങി നോക്കിയാൽ ഇത് കാണാൻ പറ്റുകയുള്ളൂ. ഇത് ഉള്ളിലാണുള്ളത്. ഉള്ളിൽ എന്ന് പറഞ്ഞാൽ റോട്ടിൽ നിന്നൊരു 4-5 അടിയേ ഉള്ളൂ. പക്ഷേ താഴ്ഭാഗമായതുകൊണ്ട് എത്ര പെട്ടെന്ന് കാണാൻ സാധിക്കില്ല. അപ്പം എല്ലാവരും കുളം കണ്ടാൽ ആർക്കും കുളിക്കണമെന്ന് തോന്നും. അങ്ങനത്തെ നല്ല കുളമാണ്. പോവാ. അപ്പോൾ ഇന്നത്തെ കുളി കഴിഞ്ഞു. നമ്മൾ നിർത്തിയാണ്. ഇനി നമുക്ക് നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം മറ്റൊരു ദിശയിൽ പോയി മറ്റൊരു കുളം തിരഞ്ഞു പോകണം. അവിടെ കുളിക്കാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ. ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത്രയും വെള്ളം ഏത് സമയത്ത് 24 മണിക്കൂർ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് അനുമാനിക്കാം ഇത്ര വെള്ളം ഇതിനകത്തോട്ട് വന്ന് ചേരുന്നുണ്ടെന്നുള്ളത്. അത്രയും വെള്ളം ഒഴുകണമെങ്കിൽ ഇതിന്റെ അടിയിലേക്ക് ഇത് വെള്ളം 4 ദിശയിൽ നിന്ന് ഒഴുകിയെത്തുന്നുണ്ട്. ആ ഒഴുകിയെത്തുന്ന വെള്ളമാണ് ഓവർഫ്ലോ ആയിട്ട് ഇങ്ങോട്ട് പോകുന്നത്. പോയിട്ട് ഇത് വഴി ഇതിങ്ങനെ പറമ്പ് വഴി അങ്ങനെ പോവുകയാണ്. നല്ല മഴയാണ്, കനത്ത മഴയാണ്. ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങിയ മഴയാണ്. ഇപ്പോഴും മഴ, മേഘം കണ്ടോ, മേഘം. അപ്പോൾ കുളി കഴിഞ്ഞപ്പോൾ തിരിച്ചു പോരുകയാണ്. ഇതാണ് പള്ളി, ചെറിയ പള്ളി, ചെറുതാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഈ വഴി നേരെ കയറി പോകാം. ഇങ്ങോട്ട് കയറി ഇവിടെ കുളം കാണാം. ഇവിടെയാണ് പള്ളിയുള്ളത്. ബഹുമാനപ്പെട്ട തങ്ങൾ വന്നിരുന്ന പള്ളിയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കയറിപ്പോയി. ഇതാ ഒരു ആൽമരം. ഈ ആൽമരത്തിന്റെ പുറകിലൊരു ചരിത്രമുണ്ട്. ഇവിടുത്തെ ഒരു പാറ, ചെറിയ ഗുഹ പോലെയാണ്, ഉള്ളിലേക്ക് പാറ. കയറിപ്പോ. അവിടെ നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയത്. ഇതാണ് റോഡ്. ചെറിയ ഓഫ് റോഡാണ്. ഈ റോഡിൽ നിന്നും ഇങ്ങോട്ട് അല്പം ഈ പാറ ഭാഗത്തേക്ക് തെന്നി മാറിയത് കാണാൻ പറ്റുകയുള്ളൂ. ഇവിടെ ബോർഡുണ്ട്. ആൽമരത്തിൽ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് നോക്കിയാൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ മുറം പുതുമുസമാൻ എന്ന് പറഞ്ഞൊരു ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്.